സ്ട്രെസ് പ്രമേയ രോഗത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും അതെങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ്സിൻ്റെ ഹോർമോണായ കോർട്ടിസോളും അഡ്രിനാലിനൊക്കെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നന്നായിട്ട് കൂട്ടും. അത് മാത്രമല്ല സ്ട്രെസ് നമ്മുടെ ജീവിതശൈലിയെ തന്നെ പലപ്പോഴും താളം തെറ്റിക്കാം. വ്യായാമം നിന്ന് പോവാം, പിന്നെ സ്ട്രെസ് കാരണം ഭക്ഷണ രീതിയാകെ തെറ്റാം, പിന്നെ മരുന്നുകൾ മറന്നു പോവാം. ഇതൊക്കെ കൊണ്ട് ഗ്ലൂക്കോസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്ന് സെൽഫ് അവയർനെസ് ആണ്. രോഗിക്ക് എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുന്നത്. ജോലി കൊണ്ടുള്ള സ്ട്രെസ് ആണോ, അല്ല പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള സ്ട്രെസ് ആണോ, അല്ല രോഗം കൊണ്ടുള്ള സ്ട്രെസ് ആണോ എന്ന് മനസ്സിലാക്കുക. പിന്നെ വ്യായാമം എപ്പോഴും നമ്മുടെ ഈ സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കും. ഒരു സിമ്പിൾ മോർണിംഗ് വാക്ക് തന്നെ കോർട്ടിസോൾ കുറയ്ക്കുകയും സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കുകയും ഗ്ലൂക്കോസിൻ്റെ കൺട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. യോഗ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ആവശ്യമാണ്. ഏത് രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. അവസാനത്തെ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ സപ്പോർട്ടാണ്. എപ്പോഴും ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള സപ്പോർട്ടോ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഡിസ്കഷനോ രോഗിയുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒത്തുപോയി കഴിഞ്ഞാൽ പ്രമേയത്തിൽ സ്ട്രെസ്സിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.